പൂരവുമായി ബന്ധപ്പെട്ടുള്ള പരാതികളൊന്നും അവസാനിക്കുന്നില്ല. ഈ തൃശൂർ പൂരത്തിൽ പോലീസിന്റെ ഒരു കടന്നുകയറ്റം ഉണ്ടായെന്ന് പറയുന്നു തിരുവമ്പാടി ദേവസ്വം. പോലീസ് കായികമായി തന്നെ ഇടപെട്ടു. 2024 ഒറ്റപ്പെട്ട സംഭവമാണെന്നും ദേവസ്വം സെക്രട്ടറി ഹൈക്കോടതിയിൽ അറിയിക്കുന്നു. ബിനിൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു. ബിനിൽ, ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പരാതികൾ, വിവാദങ്ങൾ, ചർച്ചകൾ ഒന്നും അവസാനിക്കുന്നില്ല. ഇന്നിപ്പോൾ തിരുവമ്പാടി ദേവസ്വം ശക്തമായൊരു നിലപാട് പോലീസിനെതിരെ എടുക്കുകയാണ്. എന്താണ് അവർ കോടതിയെ ധരിപ്പിക്കുന്ന കാര്യങ്ങൾ ബിനിൽ? ആര്യ, തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അവിടെയാണ് തിരുവമ്പാടി ദേവസ്വം അവരുടെ വിശദമായൊരു സത്യവാങ്മൂലം തന്നെ നൽകിയിരിക്കുന്നത്. ആ സത്യവാങ്മൂലത്തിൽ പോലീസിനെയാണ് പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്നത്. പോലീസിന്റെ അനാവശ്യമായ ഇടപെടലാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്. പൂരപ്രേമികൾക്കും വിശ്വാസികൾക്കും മുന്നിൽ പോലീസ് അവരുടെ ആചാര അനുഷ്ഠാനങ്ങളെ തകർത്തു എന്ന വികാരം തന്നെ പോലീസ് ഉണ്ടാക്കിയെന്നാണ് തിരുവമ്പാടി ദേവസ്വം പറയുന്നത്. ഒരു കലാപത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരുന്നത് ദൈവകൃപ കൊണ്ടാണ്, ഭഗവാന്റെ ശക്തി കൊണ്ടാണ് അങ്ങനെ സംഭവിക്കാതിരുന്നത് എന്നതാണ് ഈ സത്യവാങ്മൂലത്തിലൂടെ അവർ വ്യക്തമാക്കുന്നത്. അല്ലാത്ത ഒരു ഘട്ടത്തിൽ ആ രീതിയിലേക്ക് പോലും പോകുമായിരുന്നു. കാരണം കായികമായി പോലും ആ പോലീസ് നേരിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അനാവശ്യമായ നിയന്ത്രണങ്ങളാണ് ഉണ്ടായത്. പോലീസ് ഉണ്ടാക്കിയ നിയന്ത്രണങ്ങളാണ് വെടിക്കെട്ടടക്കം വൈകാനിടയാക്കിയത്. അതിനെ തുടർന്നാണ് ആ പൂരത്തിന്റെ മറ്റ് പല ചടങ്ങുകളും സമയത്ത് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത്. അതായത് പോലീസ് അനാവശ്യമായി ഇടപെട്ടു. പോലീസ് മാത്രമാണ് പൂരം കലക്കലിലെ പ്രതി എന്നതാണ് തിരുവമ്പാടി ദേവസ്വം അവരുടെ സത്യവാങ്മൂലത്തിലൂടെ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. നേരത്തെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ജുഡീഷ്യൽ ഒരു സ്ക്രൂട്ടണി ഇക്കാര്യത്തിലെല്ലാം വേണം. അതായത് ഒരു ജില്ലാ ജഡ്ജിയുടെ മേൽനോട്ടം പൂരത്തിന് വേണമെന്നൊരാവശ്യം കോടതി മുമ്പാകെ വന്നിരുന്നു. അതിലുള്ള മറുപടി കൂടി തിരുവമ്പാടി ദേവസ്വം നൽകിയാണ്. ഒരു ജില്ലാ ജഡ്ജിയുടെ മോണിറ്ററിംഗ് പൂരം നടത്തിപ്പിന് ആവശ്യമില്ല. അത് കാലാകാലങ്ങളിൽ നടത്തുന്നതിനൊരു സംവിധാനമുണ്ട്. ആ സംവിധാനം തന്നെ പര്യാപ്തമാണ്. 2024 സംഭവം അത് ഒറ്റപ്പെട്ട സംഭവമാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരമായ ഒരു മേൽനോട്ടത്തിന് മറ്റൊരു സംവിധാനത്തിന്റെ ആവശ്യമില്ല എന്നുകൂടി തിരുവമ്പാടി ദേവസ്വം ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്.